ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 ഹിസ്റ്ററിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി വരുന്ന മോഡൽ എക്സാമും അതുപോലെ തന്നെ പബ്ലിക് എക്സാമും ഒക്കെ ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് മാപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏതൊക്കെയാണ്? ഹാരപ്പയുണ്ട്, മോഹൻജദാരോ ഉണ്ട്, ബനവലി ഉണ്ട്, കലീബംഗൻ, ചാൻഹുദാരോ, ബലാക്കോട്ട്, ദൊളവീര, നാഗേശ്വർ, പിന്നെ എന്താണ് ഷോർത്തുഗായ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഈ ഓരോ പ്ലേസിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. ആ പ്രത്യേകതകൾ കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും മാപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇത്രയും പ്ലേസസ് നിങ്ങൾ വരച്ച് പഠിച്ചിട്ട് പോവുക. ക്ലിയർ? ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്ന് പാട്ടലിപുത്രയാണ്, പിന്നെ എന്താ രാജഗൃഹ. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പാട്ടലിപുത്ര എന്ന് പറയുമ്പോൾ എന്താണ്, മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. രാജഗൃഹ എന്ന് പറയുന്നത് ഫസ്റ്റ് തലസ്ഥാനമായിരുന്നു, ഫസ്റ്റ് ക്യാപിറ്റൽ ആയിരുന്നു. പാട്ടലിപുത്ര രണ്ടാമത്തെ തലസ്ഥാനം, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്, തോഷാലി, സുവർണഗിരി, ഉജ്ജയിനി, ടാക്സില, ഇത് എത്രയും കൂടി നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇത് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ PYQs, അതുകൊണ്ട് എല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക. ഇനി അടുത്ത് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നോക്കൂ, നമ്മുടെ ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താണ്, ബുദ്ധൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്പീച്ച് പറഞ്ഞ സ്ഥലമാണ് സാരനാഥ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോധോദയം എൻലൈറ്റൻഡ് ആയ സ്ഥലമാണ് ബോധ്ഗയ എന്ന് പറയുന്നത്. അടുത്ത നാലാമത് കുശിനഗരമാണ്, അതായത് കുസിനഗര എന്ന് നമുക്ക് പറയാം. ബുദ്ധൻ എന്താണ് നിർവ്വാണം അറ്റൈൻ ചെയ്ത സ്ഥലമാണ് കുസിനഗര എന്ന് പറയുന്നത്, എന്ന് പറയുമ്പോൾ ഡെത്തായത്. ഓക്കെ, ദെൻ സാഞ്ചി പറയുന്നുണ്ട്, അമരാവതി കൂടിയുണ്ട്. ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് PYQs വന്നിട്ടുള്ളതാണ്. സോ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, നോക്കി വയ്ക്കുക. ഇനി നിങ്ങൾ PYQs നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, മീൻസ് 1857 റിവോൾട്ടിൻ്റെ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു പാഠമായിട്ട് ബന്ധപ്പെട്ടാണ് 11ാമത്തെ പാഠം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലേസസ് അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾ നോക്കുക. മീററ്റ്, ഡൽഹി, പിന്നെന്താ ലക്നൗ വരുന്നുണ്ട്, ഔദ് വരുന്നുണ്ട്, കാൺപൂർ, ബറൗട്ട്, ഝാൻസി, അരൈ വരുന്നുണ്ട്, പിന്നെ ഛോട്ടാ നാഗ്പൂർ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 4 നമുക്ക് എന്താണ് ചോദിക്കാറുണ്ട്. സോ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, PYQs നോക്കി എന്താ പറയുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് വരച്ച് പഠിച്ചിട്ട് പോകട്ടോ. 4 മാർക്കാണ്. അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി പഠിച്ചിട്ട് പോവുക. പിന്നെ ഇത് വരച്ച് തന്നെ പഠിച്ചിട്ട് പോകട്ടെ, ജസ്റ്റ് ഇങ്ങനെ നോക്കി അങ്ങനെയല്ല, വരച്ചൊന്ന് പഠിച്ചിട്ട് പോകണം. പിന്നെ ഒരു കാര്യം, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇനി നമ്മുടെ അടുത്ത എക്സാം റിലേറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ.